നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലും അതിന്റെ തിളക്കം ഒന്ന് കൂട്ടാനായിട്ട് നമുക്ക് നമ്മുടെ അതിഥിയെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സീൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ ലൈഫിലും അത് സംഭവിക്കാറുണ്ട്. അങ്ങനെ ലൈഫിൽ ഒരു ട്വിസ്റ്റിംഗ് ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊരു ലവ് സ്റ്റോറി സംഭവിച്ച രണ്ട് കപ്പിൾസ്, നായകനും നായികയുമാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. അതില് നായികയെ നമുക്ക് പരിചയപ്പെടാം. വിമാനം എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളി മനസ്സുകളിലേക്ക് ലാൻഡ് ചെയ്ത നല്ലൊരു നർത്തകിയാണ്, നല്ലൊരു അഭിനേത്രിയാണ്, നല്ല സുന്ദരിയാണ്, എൻ്റെ കൂട്ടുകാരിയാണ്. So let's welcome Durga Krishna and Arjun. വെൽക്കം എന്റെ സ്വന്തം കുടുംബത്തിലേക്ക് സ്വാഗതം. പക്ഷെ തൽക്കാലം നിങ്ങൾ ഇപ്പൊ ഒരുമിച്ച് നിൽക്കണ്ട, നിങ്ങളുടെ ഇടയിൽ ഞാൻ നിൽക്കും. ഓക്കെ, കുഴപ്പമില്ലോ? തൽക്കാലം കുഴപ്പമില്ല. സങ്കടമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിതാ റെഡ് കാർപ്പറ്റ് ഷോയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ, കുറെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ അടുത്ത് ഇവർ രണ്ടുപേരും കിട്ടുമ്പോൾ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു വന്നപ്പോ നമുക്ക് തോന്നി ഇവരെ വെച്ചൊരു സിനിമ എടുത്താൽ നന്നായിരിക്കുന്നത്. ഭയങ്കര ചേർച്ചയുണ്ട് രണ്ടുപേരും, കണ്ണ് കെട്ടാതെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ? യെസ് യെസ്. Okay, so let's welcome Arjun and Durga to the Red Carpet Show. അപ്പോൾ ദുർഗ, അർജുൻ, ഞാൻ ആദ്യം തന്നെ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞു, നിങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറേ ട്വിസ്റ്റുകളും കുറേ ഭയങ്കര സംഭവ ബഹുലമായിരുന്നു എന്ന്. ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് അതിൽ നടന്നത് ഓർമ്മയുണ്ടോ? കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എന്നാലും എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാവുന്നത് മതി കേട്ടോ. പറ്റാവുന്ന ട്വിസ്റ്റ് ഇത് എന്താണെന്നറിയോ? അതായത് ഓരോ ടെസ്റ്റും, അതായത് അച്ഛനമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. അല്ല, അവർ ഞെട്ടിക്കൊണ്ടിരിക്കും. ഓരോ ഷോസും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ ഇന്റർവ്യൂസും കാണുമ്പോൾ ഓരോ ട്വിസ്റ്റിലും അവർക്കാണ് ഞെട്ടല്. ഇതൊക്കെ എപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അവള് വീട്ടിൽ നിന്ന്, നീ ഇങ്ങനെയായിരുന്നോ, ഇതല്ലാലോ നീ അന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞത് എന്നൊക്കെ. ട്വിസ്റ്റ്, ഏത് ട്വിസ്റ്റ് ഏട്ടാ? കുറെ ഏത് ട്വിസ്റ്റ് ഏട്ടാ? അതായത് ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കാണ്. ഇൻ ബിറ്റ്വീൻ ബ്രേക്കപ്പ്, അടിപിടി, ബഹളം, അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പറ, അത് കേൾക്കാം. അടിപിടി ബഹളത്തിൽ ഒരു ബ്രേക്കപ്പിന്റെ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിരിഞ്ഞു, അതായത് പിരിഞ്ഞു ഇവിടെ വരെ എത്തി. ഒമ്പോ നമ്മൾ തിരിച്ച് ബാക്ക് ടു. അതാണ് ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ പിരിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആരാദ്യം സോറി പറഞ്ഞത്? അത് പറയൂ. ഞാൻ. ദുർഗ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. സത്യമായിട്ട് തോന്നുന്നേ ഇല്ല. ഇത് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, ഭയങ്കര പിടിവാശിയാ. നിക്കായിരുന്നു ഞാൻ. ഈശ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാനാണ് അങ്ങോട്ട് പോയത്. ദുർഗയാണ് ആദ്യം സോറി പറഞ്ഞത്. അത് കോമഡി എന്താ വെച്ചാൽ ബ്രേക്കപ്പ് ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് അപ്പൊ സോറി പറയേണ്ട ദുർഗ തന്നെയാണ്. അങ്ങനെയല്ല, അങ്ങനെ വെച്ചാൽ വലിയ വഴക്കുകൾ നടന്നു. പിന്നെ ആളെന്നെ മൈൻഡ് ചെയ്യണില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ 15 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വെറുതെ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ലെറ്റ്സ് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാ. ആളത് അപ്രൂവ് അടിച്ചു. അല്ല, ഐ റിമെമ്പർ ഓഗസ്റ്റ് 15th ആയിരുന്നു. ഷീ സെൻഡ് മീ ഓൺ ഓഗസ്റ്റ് 14th ലേറ്റ് നൈറ്റ് ആണ് അയച്ചത്. സോ 15th ഏർലി മോർണിംഗ് ഞാൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അയച്ചു. പറഞ്ഞപ്പോ പക്ഷെ ഞാൻ ആ സമയം ആകുമ്പോഴേക്കും അല്ല, ഞാൻ നൈറ്റിൽ മെസ്സേജ് ചെയ്തു. ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു, ഇതിനും റെസ്പോൺസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഓക്കെ, ഐ തോട്ട് ദാറ്റ് പുള്ളിക്കാരനും അതാണ് വേണ്ടത്, ആഗ്രഹം അതാണ്, ബ്രേക്കപ്പ് തന്നെയാണ് ആഗ്രഹിക്കണേന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ശരി എന്നാ ഞാൻ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, എനിക്ക് പറ്റണില്ല. ഞാനൊരു കുറച്ച് ഡേയ്സ് ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ അനിയനും കൂടെ ട്രിപ്പ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ അവിടെ പോയിട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് ഭയങ്കര അയ്യോട് അത് പറയുമ്പോ ഇപ്പോഴും കണ്ണു നിറയണു പാവത്തിന്റെ. അപ്പൊ അന്ന് അത്ര വിഷമിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയും അതൊക്കെ നമ്മൾ തീർന്നല്ലോ. ഇപ്പൊ നിങ്ങൾ ഹാപ്പിയാണ്. പിന്നെ അർജുൻ സൗണ്ട് നല്ലതാ. ഡബിങ് എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആഗ്രഹമുണ്ടോ? അല്ലെ, ഭയങ്കര ഒരു, അതായത് അധികം കേൾക്കാത്ത ഒരു സൗണ്ട് ആയിട്ട് നിൽക്കുക. വേണമെങ്കിൽ ട്രൈ ഒക്കെ ചെയ്യാം അല്ലെ? ഈ ദുർഗയെ പേടിപ്പിക്കാൻ ദുർഗ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ദുർഗ കിടുകിട വിറക്കായിരിക്കും. പാട്ട് പാടുവോ? പാട്ട് പാടില്ല. ഒരു പാട്ട് എപ്പോഴും പാടാറുണ്ട്. ഇല്ല, ഞാൻ മറന്നു. ഒരു കൃഷ്ണന്റെ ഒരു പാട്ട് എപ്പോഴും പാടാറ്. സിനിമ പാട്ടാണോ? സിനിമ പാട്ടാണ്. ഇല്ല, അത് നമ്മുടെ എല്ലാവരുടെയും ലാലേട്ടന്റെ ദേവാസുരത്തില് നമ്മുടെ ഒടുവിൽ സാർ വന്നിട്ട് പാടുന്ന സോങ് ഉണ്ടായിരുന്നു.
അജിത എം.ജി. രാധാകൃഷ്ണൻ സാർ അയ്യോ അത് പാടിയിട്ടുള്ള. പാട് അജിതല്ല, വന്ദേ വന്ദേ ഹരേ മുകുന്ദ എന്ന്. അത് പാട്. അത് ഞാൻ ആക്ച്വലി ഇപ്പൊ പാടുന്നത് ശരിയല്ല, വെറുതെ പ്രേക്ഷകരെ അല്ല, 2 വരി മതി. ഇപ്പൊ ഓൾറെഡി സൗണ്ടിന് ഫാൻസ് ഉണ്ട്, വെറുതെ പാട്ട് പാടി കൊളാക്കണ്ട. ആൻസർ കൂട്ടാനാണ് നോക്കുന്നത്. എന്നാലും 2 വരി പാടിയാൽ മതി, ബാക്കി നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാലോ. പിച്ചൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അത് ആക്ച്വലി ഈ സൗണ്ടിന് മാച്ച് ആയിട്ട് എം.ജി. രാധാകൃഷ്ണൻ സാറിന്റെ വോയിസ് ആയിരുന്നു എന്റെ ഓർമ്മ. So, അതുകൊണ്ട് മാത്രം ആ സോങ് എനിക്ക് അതെ അതെ, അദ്ദേഹമാണ് നമുക്ക് അത് പാടിയത്. കുഴപ്പമില്ല. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ ഈലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളുമെവിടെ ക്രൂരനിഷാദശരം കൊണ്ടു നീറുനിൻ കാൽക്കലൻ കണ്ണീർ പ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യന്റെ നെഞ്ചിലെൻ ആത്മപ്രണാമം. നന്നായിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ ഗുരുവായൂരാണല്ലോ സ്ഥലം, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗുരുവായൂർക്കാരന് ഈ പാട്ട് പാടാതെ ഞങ്ങൾ എങ്ങനെ വിടും? ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പാടി തന്നിട്ടില്ല. അപ്പൊ എല്ലാരും കൂടി ഇരിക്കുമ്പോൾ ചോദിക്കേണ്ട പോലെ ചോദിക്കണം. സ്വാസിക്കിനെ ഞാൻ വിളിക്കണം, എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം കേട്ടോ. അതായത് പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ് പാടുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതെ, അതെ. അങ്ങനെയാണ് ഉണ്ണിയേട്ടൻ ഈ പാട്ട് പാടുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടയ്ക്ക് ചോദിക്കും ഒരു പാട്ട് പഠിത്ത ഉണ്ണിയേട്ടാ എന്ന് പറഞ്ഞാല് പാടില്ല. പക്ഷെ ഇത് ഭയങ്കര മറ്റേ മ്യൂസിക് ഒക്കെ വെച്ചപ്പോഴേ ലിറിക്സ് ഒക്കെ മാറിപ്പോയി ഇല്ല, അങ്ങനൊന്നും കുഴപ്പമില്ല. നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ singer അങ്ങനെ എല്ലാം ക്ഷമിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും വളരെ നന്നായിരുന്നു. സീരിയസ്ലി പറയാണ്, നല്ല സൗണ്ടാണ്. ആ സൗണ്ടിൽ ഈ പാട്ട് കേൾക്കാനും ഭംഗിയുണ്ടായിരുന്നു. അസലായി. ദുർഗയുടെ നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ ഇനി വരുന്ന സമയത്ത് ഉണ്ടല്ലോ. ഇനി വേറെ വിശേഷങ്ങൾ നമ്മൾ ആ സിനിമയുടെ എന്നാണ് ഷൂട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലെ? വരാൻ പോകുന്ന മൂവീസിന്റെ ആർട്ടിസ്റ്റുകള് ഫിക്സ് ചെയ്തോ? അല്ല, അതിന്റെ കാസ്റ്റിംഗ് എല്ലാം നടക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിന് എന്തെങ്കിലും പേര്? 23 ഫീറ്റ് എന്നാണ്. 23. അതിന്റെ ഒരു ടാലന്റ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ടാലന്റ് ഫെസ്റ്റ് നടന്നിരുന്നു. അപ്പൊ അങ്ങനെ ഉടനെ വളരെ നല്ല കുറെ സിനിമകൾ, ഒരു സിനിമയല്ല കുറെ നല്ല സിനിമകൾ ഇവരുടെ ഭാഗത്തുനിന്ന് വരുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ അല്ലേ? കഴിയട്ടെ. അതെ.